ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 3-ാം സ്കന്ധം 20-ാം അധ്യായം. മഹദാദിസ്തുതി. ശൗനകൻ പറഞ്ഞു: സ്വായംഭുവൻ മനു മഹീസ്ഥാനം പ്രാപിച്ചനന്തരം വീണ്ടും അഭൂതജാലത്തെ സൂത സൃഷ്ടിച്ചതെങ്ങനെ? ശ്രീകൃഷ്ണാർപ്പിതചേതസാം കൃഷ്ണപ്രേമൈകഭാജനം കൃഷ്ണവിദ്വേഷമാളും തൻ ജ്യേഷ്ഠനെയും സുതാന്വിതം വെടിഞ്ഞോൻ ഭഗവത് ഭക്താനുവ്രതൻ വിതുരൻ മഹാൻ വ്യാസാഭൻ തദ്വീര്യജാതൻ തീർത്ഥസേവാപവിത്രിതൻ ഹരിദ്വാരത്തിൽ ആ മൈത്രേയാഖ്യൻ ബ്രഹ്മർഷി മുഖ്യനെ സമീപിച്ചെന്തുവാൻ വീണ്ടും ചോദിച്ചതതുമോദണം. ഗംഗാജലം പോൽ ഹരിപാദാശ്രയം പല സൽക്കഥ പവിത്രമൊഴിയിട്ടുണ്ടാം അവർ തൻ ഭാഷണങ്ങളിൽ. അകീർത്തനീയൻ ഹരിതൻ ലീലാസുധ കുടിപ്പൊരാൾ മതിയെന്നോർക്കുമോ സൂത? വർണ്ണിക്കുക ശുഭം വരും ഹരേ. നൈമിഷാരണ്യത്തിലേവ ഋഷിമാരുടെ വാക്കുകൾ കേട്ട് ഈശാർപ്പിത ചേതസ്സായി ചൊന്നാൻ സൂതൻ ശ്രവിക്കുവിൻ. സൂതൻ പറഞ്ഞു: സ്വമായയാൽ ശ്രീഹരി പന്നിയായി രസാതലത്തിൽ നിന്നുഴിയുദ്ധരിച്ചതും അയജ്ഞമദ്ദൈത്യനെ നിഗ്രഹിച്ചതും ശ്രവിച്ചു ചൊന്നാൻ മുനിയോടു ഭാരതൻ. വിതുരൻ പറഞ്ഞു: പ്രജാപതികളെ സൃഷ്ടിച്ചതിൽ പിന്നെ പിതാമഹൻ പരോക്ഷമാർഗജ്ഞൻ എന്തേ സൃഷ്ട്യർത്ഥം ചെയ്തതും മുനേ? സ്വയംഭുവൻ മനുവും ആ മരീച്യാദികൾ വിപ്രരും ബ്രഹ്മാജ്ഞയാൽ ലോകവൃദ്ധിയുണ്ടാക്കിയതുമെങ്ങനെ? ഓരോ പേരും തനിച്ചായോ ഭാര്യാസംഗം നിമിത്തമോ ഒന്നിച്ചു ചേർന്നു ചിന്തിച്ചോ ലോകം സൃഷ്ടിച്ചത്? ഓതുക. മൈത്രേയൻ പറഞ്ഞു: ദുർഭാവ്യമാം അദൃഷ്ടത്താൽ കാലപ്രേരണയാലുമേ ഗുണക്ഷോഭം വന്നൊരവ്യക്തത്തിലുണ്ടായി മഹാൻ. തഥാ രജസ്സുൽക്കടമായി തീർന്ന മഹാനിൽ ത്രിഗുണാത്മകം അഹം തത്വം. അതിൽ ജാതമഞ്ചഞ്ചായി വിയതാദികൾ ഒറ്റയ്ക്കൊറ്റയ്ക്കു സൃഷ്ടിക്കാൻ വയ്യാഞ്ഞീശന്റെ ചേർച്ചയാൽ അവയൊന്നിച്ചു ചേർന്നപ്പോൾ ഉണ്ടായി സൗവർണമണ്ഡവും ഹരേ. 1000-ൽ പരം വർഷമണ്ഡകോശമചേതനം കിടന്നു നീരിൽ. പിന്നീടു കടന്നാനതിൽ ഈശ്വരൻ ഉണ്ടായതെന്നാഭിയിൽ പത്മം സഹസ്രാർക്ക സമപ്രഭം സർവജീവസ്ഥാനം. അതിലുണ്ടായി പത്മജനും സ്വയം. നീരിൽ കിടന്നൊരദ്ദേവൻ അനുവേശിച്ചൊരാവിധി നാമരൂപാതിക്രമത്തിൽ മുൻപോൽ സൃഷ്ടിച്ചു വിശ്വവും. തമോമോഹ മഹാമോഹ താമിശ്രാന്ധതമോഭിധം കവച്ചമഞ്ചൊത്തജ്ഞാനം സൃഷ്ടിച്ചാൻ ഛായയാലജൻ. വെടിഞ്ഞിത തമോദേഹമതു താൻ രാത്രിയായി തഥാ തജ്ജാതരാം യക്ഷരക്ഷസുകൾ കയ്യാണ്ടിതത്തനു. അജൻ തന്നേർക്കുതാൻ പാഞ്ഞാർ പൈതാഹാർദിതരാം അവർ. വിടാൻ പാടില്ല ഭക്ഷിപ്പിനെന്നാർത്താരവരേവരും. ഭക്ഷിച്ചിടായ്വിൻ രക്ഷിപ്പിൻ നിങ്ങളൻ സൃഷ്ടിയല്ലയോ എന്നോതിനാൻ യക്ഷരക്ഷോഗണത്തോടാർത്തനാം അവൻ. സൃഷ്ടിച്ചാൻ പ്രഭയാൽ ദീപിപ്പോനായി ദേവകളെ പ്രഭു. ആ ദേഹം പകലായി പൂണ്ടാർ ക്രീഡാർത്ഥമതു ദേവകൾ. ജഘനത്തിങ്കൽ നിന്ന് അത്യാസക്തരാകുമദ്ദേവരെ സൃഷ്ടിച്ചു മൈഥുനത്തിനായണഞ്ഞാരവരീശനെ. ആ ലജ്ജയില്ലായ്മ കണ്ടു ഹസിച്ചൊരജനെ ബലാൽ പിടിക്കാനവരാഞ്ഞപ്പോൾ പേടിച്ചോടി രുഷാ വിഭു. ഭക്താനുരൂപം തനുവാണ്ടിഷ്ടമേകുന്ന വിഷ്ണുവേ അനുഗ്രഹാർത്ഥം പ്രാപിച്ചാൻ തരസാ ബ്രഹ്മദേവനും. പാലിച്ചാലും നിൻ കടാക്ഷം കൊണ്ടെന്നാൽ സൃഷ്ടരാമിവർ പുറപ്പെടുന്നു പാവിഷ്ഠരെന്നെ ദർശിക്കുവാൻ പ്രഭോ. ശരണാഗതർ തൻ ദുഃഖം പോക്കുവോനല്ലി നീയൊരാൾ. നിന്നെ സേവിച്ചിടാത്തോർക്കു ദുഃഖം നൽകുന്നതും ഭവാൻ. പരചിത്തം സ്ഫുടം കാണും ഹരി അദൈന്യകാരണം ഗ്രഹിച്ചു ചൊൽകയാൽ വിട്ടാൻ ഘോരമത്തനു പത്മജൻ. കാൽത്താരിൽ നൻ പൊഞ്ചിലമ്പും മതവിഹുല നേത്രവും കടിയിൽ പൊന്നരഞ്ഞാണം മിന്നും പട്ടുടയാടയും തിങ്ങി വിങ്ങി ഉയർന്നുള്ള വട്ടനെ പോർക്കുജങ്ങളും സുനാസമുല്ലപ്പൂപ്പല്ലും പുഞ്ചരിച്ചുള്ള നോട്ടവും കരിങ്കൂന്തലുമായി നാണം കൊണ്ടു ദേഹം മറപ്പതായി ഒരു പെൺപൂൺപിനെ കണ്ടു തത്ര മോഹിച്ചിതേവരും. എന്തൊരാകാരമെന്തൊന്നീ പ്രായം എന്തൊരു ധൈര്യവും അകാമയായി കാമാർത്തർ തൻ മുന്നിൽ ഇവൾ നിൽക്കയാം. സ്ത്രീരൂപമാർന്നൊര സായം സന്ധ്യയെ കണ്ട് അനേകഥാ ശങ്കിച്ചു സൽക്കരിച്ചേവം ചോദിച്ചാരസുരേതരർ. നീ ആര്? ആർതൻ പുത്രി? എന്തേ കാര്യം സൗന്ദര്യധാമമേ? ഈ ദുർഭകര നീ രൂപലാവണ്യത്താൽ മയക്കയാം. ആരാവട്ടെ നിന്റെ കാഴ്ച ഭാഗ്യത്താൽ സിദ്ധമോ മലേ മതിപ്പു കാൺമോർതൻ ചിത്തം കളിപ്പന്തെന്ന പോലെ നീ. ഈ പന്തടിപ്പളവിൽ നിൻ പദചാരഭംഗി എന്തോതുവാൻ
കുജഭരാർത്തകടി പ്രദേശം ഖേദിച്ചിടുന്നപടി കാൺമു തെളിഞ്ഞ നോട്ടം മന്ദം ജരിപ്പു ചിഗുരാവലിയോ മനോജ്ഞം ഏവം പെണ്ണിൻ മട്ടഴും അസന്ധ്യയാം മോഹനാംഗിയെ സ്ത്രീ എന്ന ചിന്തയാൽ വാഴ്ത്തി ഗ്രഹിച്ചാരവർ മൂഢരായി ഗംഭീരസ്മിതമൊത്താത്മഘ്രാണം ചെയ്യും സ്വകാന്തിയാൽ സൃഷ്ടിച്ചു പത്മജൻ ഗന്ധർവാപ്സരസുകളെ തഥാ ത്യജിച്ചിത കാന്തിയോലും പ്രിയജ്യോത്സ്നാ ശരീരവും അതിനെ സ്വീകരിച്ചാരാ വിശ്വാവസു തുടങ്ങിയോർ സ്വതന്ത്രിയാൽ തീർത്ത ഭൂതവിശാചുക്കളെ നഗ്നരായി ചപ്രത്തലയുമായി കണ്ടു ചിമ്മിനാൻ കൺകളാ വിഭു അവർ കൈക്കൊണ്ടു വിധിയാൽ ത്യക്തം ജൃംഭാഖ്യമത്തനു അതുതാൻ ഇന്ദ്രിയസ്രാവം നിദ്രയും ഭൂതരാശിയിൽ പരോക്ഷമാം ആത്മബലം കൊണ്ടു സാധ്യരയും തഥാ പിതൃക്കളെയും സൃഷ്ടിച്ചാൻ പിന്നീടു ഭഗവാനജൻ ആത്മകാരണം അദ്ദേഹം അവർ കൈക്കൊണ്ടു കർമ്മികൾ ശ്രാദ്ധാദികൾ അവർക്കായി ചെയ്യുന്നിതതുകൊണ്ടു താൻ സിദ്ധവിദ്യാധരന്മാരെ തിരോധാനാഖ്യശക്തിയാൽ സൃഷ്ടിച്ചവർക്കായി അദ്ദേഹം അദ്ഭുതം നൽകിനാൻ വിഭു സ്വദേഹ പ്രതിബിംബത്തെ നോക്കി മാനിച്ച പത്മജൻ സൃഷ്ടിച്ചാൻ അതിനെക്കൊണ്ടു കിന്നരാദ്യരെയും തഥാ ബ്രഹ്മാവും വിട്ടൊരാദേഹം പൂണ്ടുകൊണ്ടവർ നിത്യവും ഒന്നിച്ചു ചേർന്നു പാടിന്നിതുഷസ്സിൽ തൽപരാക്രമം സൃഷ്ടിക്കു വൃദ്ധി പോരാഞ്ഞു ചിന്തയൊത്തു കിടക്കവേ ക്രുദ്ധനായി തൻ ഭോഗദേഹം കൈവിട്ടാനഥ പത്മജൻ അഴിഞ്ഞുലർന്ന തത്കേശമഹിയായി ക്രൂരസർപ്പമായി ഫണങ്ങളാളും നാഗങ്ങളായും തീർന്നിതു തൽക്ഷണം കൃതാർത്ഥനായി തീർന്നൊരജൻ തൻ്റെ ചിത്തത്തിൽ നിന്നുമേ ഉദ്ഭവിച്ചാർ പ്രജാവൃദ്ധികരന്മാരാം മനുക്കളും സ്വീയം പുരുഷരൂപത്തെ അവർക്കായേകിനാനജൻ ബ്രഹ്മാവിനെ പ്രശംസിച്ചാരവരെ കണ്ടു ദേവകൾ ഇച്ചെയ്തതെത്രയും നന്നായി ബ്രഹ്മൻ ക്രിയകളൊക്കെയും സ്ഥാപിക്കപ്പെട്ടു ഞങ്ങൾക്കു ഹവിർഭാഗാദിയും തഥാ തപസ്സും വിദ്യയും യോഗസമാധികളുമൊത്തജൻ സൃഷ്ടിച്ചാൻ സമ്മതന്മാരാം ഋഷിമാരജിതേന്ദ്രിയൻ സ്വദേഹാംശങ്ങളാം യോഗൈശ്വര്യം ജ്ഞാനം ഉപാസന വൈരാഗ്യാദിയെയും നൽകി അവർക്കായഥ പത്മജൻ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 20-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.